വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 10-ാമത് വാക്യം, അവരിൽ ചിലർ പിറുപിറുത്തു, സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയുമരുത് എന്നുള്ള വചനമാണ്. 10-ാം അധ്യായം നാം കൃത്യമായി പരിശോധിച്ചു നോക്കുമ്പോൾ 2 ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ഓർപ്പിച്ചിട്ടുള്ളത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു എന്നും എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീക ആഹാരം കഴിക്കുകയും ഒരേ ആത്മീയ പാനീയം കുടിക്കുകയും അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു എന്നോർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതൊരു ദൃഷ്ടാന്തമായിട്ടാണ് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവരറിഞ്ഞ യാഥാർത്ഥ്യങ്ങളെ ആഴമായി മുറുകെ പിടിച്ചുകൊണ്ട് അവരുടെ ആത്മീക ജീവിതത്തിൽ അവർ മുൻപോട്ട് കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു. എങ്കിലും അടുത്ത ജനറേഷൻ കടന്നു വന്നപ്പോൾ, അടുത്ത തലമുറ കടന്നു വന്നപ്പോൾ അവരെന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, തിന്നുവാനും കുടിക്കുവാനും ഇരിക്കുന്നവരും കളിക്കുവാൻ വേണ്ടി എഴുന്നേൽക്കുന്നവരുമായി തീർന്നു എന്നോർമ്മപ്പെടുത്തിയിട്ട് 4 അതിപ്രധാനമായ വസ്തുതകൾ കൂടി ഈ ഭാഗത്ത് രേഖപ്പെടുത്തുകയാണ്. ഒന്ന്, അവർ വിഗ്രഹാരാധികളായിത്തീർന്നു എന്നുള്ളതായ വസ്തുതയാണ്. ജീവനുള്ള ദൈവത്തെ വിട്ട് മൂഢവിഗ്രഹങ്ങളെ സേവിക്കുവാനും ആരാധിക്കുവാനും അവർ തുനിഞ്ഞു. 2, അവർ പരസംഗം ചെയ്യുവാനായിട്ട് തുനിയുവാനിടയായിത്തീർന്നു. പാപവഴികളിലൂടെ അവർ യാത്ര ചെയ്തു തുടങ്ങി എന്നോർമ്മപ്പെടുത്തുന്ന 2-ാമത്തെ വാക്കുകളാണ്. 3-ാമത്തെ വാക്ക് പറയുന്നത് കർത്താവിനെ അവർ പരീക്ഷിക്കുന്നവരായി തീർന്നു എന്നുള്ളതാണ്. 4-ാമത് പറയുന്ന പദമാണ് 10-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിങ്കൽ നിന്ന് അനുഗ്രഹങ്ങളും നന്മകളും അനുഭവിപ്പാനിടയായിത്തീർന്ന ജനം തിന്നുവാനും കുടിക്കുവാനും ഇരിക്കുകയും കളിക്കുവാൻ എഴുന്നേൽക്കുകയും മാത്രമല്ല, അവർ പിറുപിറുക്കുന്നവരായിത്തീരുകയും ചെയ്യുവാനിടയായിത്തീർന്നു. തൽഫലമായി പരസംഗം ചെയ്തവരെയും കർത്താവിനെ പരീക്ഷിച്ചവരെയും വിഗ്രഹാരാധികളായിത്തീർന്നവരെയും പോലെ തന്നെ പിറുപിറുത്തവരും നാശത്തിൻ്റെ വക്കിലേക്ക് കടന്നു പോകുവാൻ കാരണമായിത്തീർന്നു എന്ന് നിങ്ങൾ ഓർക്കേണം എന്ന പദമാണ്. ഈ ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത്, ദൈവത്തിങ്കൽ നിന്ന് നന്മയും അനുഗ്രഹങ്ങളും ഉയർച്ചകളും ഒക്കെ അനുഭവിച്ച നാം പിറുപിറുക്കുന്നവരായി തീരുകയും ആ തലത്തിൽ നാശത്തിലേക്ക് കടന്നു പോകുകയുമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാതോർത്ത് കാത്തിരുന്ന് ക്ഷമയോടെ പ്രാർത്ഥിക്കുന്നവരും വിടുതലുകൾ അനുഭവിക്കുന്നവരുമായി തീരേണ്ടതിന് നാം നമ്മെ തന്നെ സമർപ്പിക്കണം എന്നതാണ്.
നമുക്ക് പിറുപിറുക്കുന്നവരുടെ ആത്മാവിലല്ല, നാം ക്ഷമയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നവരായി തീരുവാൻ നമ്മെ സമർപ്പിക്കാം. അങ്ങനെ നാശത്തിലേക്ക് പോകുന്നവരായിട്ടല്ല, നിത്യജീവൻ പ്രാപിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ നന്മ അനുഭവിക്കുമ്പോഴും തിന്മ അനുഭവിക്കുമ്പോഴും സകലതും ഞങ്ങൾക്ക് തന്ന ദൈവത്തിൻ്റെ മുമ്പിൽ പിറുപിറുക്കുന്നവരായി തീരാതെ, ആ തലത്തിൽ നാശത്തിലേക്ക് കടന്നു പോകുന്നവരായി തീരാതെ, നിത്യജീവനെ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.